സുരേഷ് ഗോപിയെ പെട്രോളിയത്തിന്റെയും ടൂറിസത്തിന്റെയും സഹമന്ത്രിയായി നരേന്ദ്രമോദി നിയമിച്ചത് വെറുതെയല്ല. തനിക്ക് വലിയ തിരക്കുകളുണ്ടെന്നും ഇപ്പോൾ സിനിമയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണെന്നും 4ഓളം സിനിമകൾ പെൻഡിങ്ങിലുണ്ടെന്നും ഒക്കെ സുരേഷ് ഗോപി നരേന്ദ്രമോദി അറിയിച്ചിട്ടും നരേന്ദ്രമോദിയുടെ നിർബന്ധപ്രകാരം തന്നെയാണ് പെട്രോളിയത്തിന്റെയും ടൂറിസത്തിന്റെയും സഹമന്ത്രിയായി സുരേഷ് ഗോപി ചുമതല ഏറ്റെടുത്തത്. എന്നാൽ ഇത് കേരളത്തിന് വലിയൊരു നേട്ടമായി മാറാൻ പോവുകയാണ്. കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിലെ ടൂറിസം എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ആലപ്പുഴ, കോവളം തുടങ്ങി നമ്മുടെ ആയുർവേദം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോഴും ടൂറിസത്തിൽ പ്രധാനമായും അല്ലെങ്കിൽ കൂടുതലായും ഉപയോഗപ്പെടുത്താത്ത കുറേയേറെ മേഖലകളുണ്ട്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിന്റെ ഒരു ഹബ്ബ് തന്നെയാണെന്ന് പറയാം. എന്നാൽ അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് കേരളത്തെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം, ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റാം എന്ന കാര്യത്തിൽ കൃത്യമായ കണക്കുകൂട്ടലുകളുണ്ട്. അത് സുരേഷ് ഗോപിയെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്രധാനമന്ത്രി ആലോചിക്കുന്നത്. സുരേഷ് ഗോപി ഇപ്പോൾ തന്നെ നമ്മുടെ ജനങ്ങളുടെ എല്ലാവരുടെയും പല കാര്യങ്ങളിലും കാര്യമായി തന്നെ ഇടപെട്ടു തുടങ്ങി. അതിലൊന്നാണ് മുല്ലപ്പെരിയാർ വിഷയം പോലും. കഴിഞ്ഞ ദിവസമാണ് മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയെക്കുറിച്ച് മുൻ ISRO ചെയർമാനുമായി സുരേഷ് ഗോപി ചർച്ച നടത്തിയത്. ഇതിന് പിന്നാലെ കേരളത്തിലേക്ക് കോടികൾ ഒഴുക്കി കേരളത്തിന്റെ ടൂറിസത്തെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് സുരേഷ് ഗോപി എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത്. ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികൾ എത്തുന്ന കോവളം ബീച്ചിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാനുള്ള പദ്ധതി ടെൻഡർ ചെയ്യാൻ ഒരുങ്ങുകയാണ് ടൂറിസം വകുപ്പ്. ഇത്രയും നാളും മുഹമ്മദ് റിയാസ് വിചാരിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളും ഇനി കേരളത്തിൽ സുരേഷ് ഗോപി നടത്തുന്നത് നമുക്ക് കാണാം. 93 കോടിയാണ് 2 ഘട്ടമായുള്ള പദ്ധതിക്ക് ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. ആദ്യഘട്ട വികസനത്തിന്റെ ടെൻഡർ ഈ ആഴ്ചയോടെ പുറത്തിറക്കാനാണ് തീരുമാനം. നേരത്തെ ടെൻഡറിൽ വിവിധ കമ്പനികൾ പങ്കെടുത്തിരുന്നുവെങ്കിലും 15 വർഷത്തെ പരിപാലന ചുമതല എന്ന വ്യവസ്ഥ അംഗീകരിക്കാനാകില്ലെന്ന് പറഞ്ഞ് പിന്മാറുകയായിരുന്നു. തുടർന്നാണ് റീടെൻഡർ ചെയ്യാൻ തീരുമാനിച്ചത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നതിനാലാണ് റീടെൻഡർ വൈകിയതെന്ന് ടൂറിസം വൃത്തങ്ങൾ സൂചിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ വാപ്കോസ് ലിമിറ്റഡിനാണ് പദ്ധതി ചുമതല. ടെൻഡർ സമർപ്പിക്കാൻ 60 ദിവസത്തെ സമയം അനുവദിക്കും. 43.54 കോടിയാണ് ആദ്യഘട്ടത്തിൽ ചെലവിടുന്നത്. കോവളത്തെ ഹവ്വ ബീച്ച്, ലൈറ്റ് ഹൗസ് ബീച്ച് എന്നിവിടങ്ങളിൽ അടിസ്ഥാന സൗകര്യമൊരുക്കൽ, സൈലന്റ് വാലി സൺബാത്ത് പാർക്ക് നവീകരണം, അടിമലത്തുറ ബീച്ചുമായുള്ള അതിർത്തി നിർണ്ണയിക്കൽ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ. 18 മാസം കൊണ്ട് 1-ാം ഘട്ടം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. വികസന പദ്ധതിയിലൂടെ കോവളം ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാനും ടൂറിസം വകുപ്പ് ലക്ഷ്യമിടുന്നുണ്ട്. 2 ഘട്ടങ്ങളായി കോവളവും അനുബന്ധ ബീച്ചുകളും വികസിപ്പിക്കാനുള്ള പദ്ധതിക്ക് ഫെബ്രുവരിയിലാണ് മന്ത്രിസഭാ യോഗം അനുമതി നൽകിയത്. കോവളത്തേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കാൻ പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് ടൂറിസം വകുപ്പ് കണക്കുകൂട്ടുന്നത്. കോവളം പരാധീനതകളുടെ നടുവിൽ ഇപ്പോൾ ഉഴലുന്ന അവസ്ഥയിലാണ്. ബീച്ചിന്റെ നടപ്പാതകൾ അടക്കം തകർന്നു. തെരുവു വിളക്കുകളും കത്തുന്നില്ല. തെരുവുനായ ശല്യവും രൂക്ഷമാണ്. സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യം പോലും ഇപ്പോൾ അവിടെയില്ല. ഇതൊന്നും നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് കണ്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിനെല്ലാം ഒരു മാറ്റം വരാൻ സുരേഷ് ഗോപി തന്നെ അധികാരത്തിൽ വരേണ്ടി വന്നു.